അഞ്ചാഴ്ചയായി ഇറാനിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമായ ഒരു പ്രഖ്യാപനവും നടത്താതെ എന്നാൽ ഇറാനുമേൽ സൈനിക വിജയം നേടിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ ലോകമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് വാർത്താ സമ്മേളനത്തിലൂടെ ട്രംപ് ഉദ്ദേശിച്ചത് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് കൃത്യമായിട്ട് പിടികിട്ടിയിട്ടില്ല. പക്ഷേ ഒന്നും തുറന്നു പറയാതെ തങ്ങളുടെ സൈനിക ശേഷിയും ആണവശേഷിയും തകർത്തുവെന്ന് അവകാശപ്പെട്ട് വിജയം അവകാശപ്പെടുന്ന ട്രംപിന്റെ പ്രസംഗം അത്ര നിസ്സാരമായി കണ്ട് തള്ളിക്കളയാൻ ഇറാൻ തയ്യാറായിട്ടില്ല. അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന അപകട സൂചനയാണ് ഇറാൻ ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വരികൾക്കിടയിൽ വായിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ കരയുദ്ധത്തിന് സജ്ജമാകാൻ ഇറാൻ തങ്ങളുടെ സൈന്യത്തിനും ജനങ്ങൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. ശത്രുക്കളുടെ ഓരോ നീക്കങ്ങളും അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കണമെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുക്കണമെന്നും ഇറാൻ സൈനിക മേധാവി അമീർ ഹാത്മി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഇറാന്റെ മണ്ണിലെത്തുന്ന ഒരു ശത്രു സൈനികൻ പോലും ജീവനോടെ തിരിച്ചു പോകില്ല എന്ന ഭീഷണിയും അമേരിക്കയ്ക്ക് ഇറാൻ സൈനിക മേധാവി നൽകിയിട്ടുണ്ട്. അതിശക്തമായ വ്യോമ മിസൈൽ ആക്രമണങ്ങൾ ഇരുപക്ഷവും നടത്തുന്നുണ്ട്. യുഎസും ഇസ്രയേലും സംയുക്തമായി ഇറാനിൽ ആക്രമണം നടത്തുന്നു. മറുപടിയായി ഇസ്രയേലിലും ഗൾഫ് മേഖലയിലും ഇറാനും മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ആക്രമണം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്നലെ രാവിലെയും ഇസ്രയേലിൽ മിസൈൽ വർഷം നടന്നിരുന്നു. ഇതേ സമയം തന്നെയാണ് വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം നടന്നിരുന്നത്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് 15 മിനിറ്റ് പോലും കഴിയും മുൻപ് ഇറാൻ ഇസ്രയേലിൽ മിസൈൽ വർഷം നടത്തിയാണ് അതിന് മറുപടി നൽകിയത്. പക്ഷേ കരയുദ്ധം ആരംഭിക്കുന്നതിനെ കുറിച്ചോ ഇറാൻ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചോ ട്രംപ് യാതൊരു പരാമർശവും നടത്തിയില്ല എന്നതാണ് ഈ വാർത്താ സമ്മേളനത്തിന്റെ ശ്രദ്ധേയമായ ഘടകം. ഏതാനും ആഴ്ച കൂടി അല്ലെങ്കിൽ പരമാവധി 2-3 ആഴ്ച കൂടി എടുത്ത് ഇറാനിൽ നിന്ന് പിൻവാങ്ങുന്നതിനെ കുറിച്ചാണ് ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന ഈ ആഴ്ചകളിൽ US നീക്കം കരയുദ്ധമായിരിക്കുമെന്ന് ഇറാൻ വിലയിരുത്തുന്നു. ആ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് കരയുദ്ധത്തിന് സജ്ജമാകാൻ ഇറാൻ സൈനിക മേധാവി അമീർ ഹാത്മി രാജ്യത്തിന് നിർദ്ദേശം നൽകിയത്. ഇറാൻ സൈനിക കമാൻഡർ ഇൻ ചീഫ് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തതായും സേനയുടെ യുദ്ധസന്നദ്ധ വിലയിരുത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന ഈ ആഴ്ചകളിൽ US നീക്കം കരയുദ്ധത്തിനായിരിക്കുമെന്ന് ഇറാൻ വിലയിരുത്തുന്നു. ആ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് കരയുദ്ധത്തിന് സജ്ജമാകാൻ ഇറാൻ സൈനിക മേധാവി അമീർ ഹാത്മി രാജ്യത്തിന് നിർദ്ദേശം നൽകിയത്. ഇറാൻ സൈനിക കമാൻഡർ ഇൻ ചീഫ് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തതായും സേനയുടെ യുദ്ധസന്നദ്ധത വിലയിരുത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഏത് നിമിഷവും കരയാക്രമണം നടന്നേക്കാം എന്നത് പശ്ചിമേഷ്യൻ മേഖലയിലാകെ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. യുദ്ധം തുടരും എന്ന സൂചന ആഗോള എണ്ണ വിപണിയിൽ എണ്ണവില കൂടുന്നതിനും കാരണമായിട്ടുണ്ട്. കരയുദ്ധം ആരംഭിച്ചാൽ അമേരിക്കയെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാനിലെ സാധാരണ കുടുംബങ്ങൾ പോലും അമേരിക്കയ്ക്കെതിരെ ആയുധമെടുക്കുമെന്നും 70 ലക്ഷം ഇറാനികൾ ഇപ്പോൾ തന്നെ സായുധ പോരാട്ടത്തിന് സജ്ജമാണ് എന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലീബാഫ് പറയുന്നത് വലിയൊരു സൂചനയാണ്. കുഞ്ഞുങ്ങളെ പോലും ആയുധമെടുത്ത് പോരാട്ടത്തിനിറക്കുമെന്ന ശക്തമായ സൂചനയാണ് അത് നൽകുന്നത്. US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തെ ചെറുക്കാൻ സൈനിക പ്രതിരോധത്തിനൊപ്പം ജനകീയ പ്രതിരോധം കൂടി ശക്തമാക്കുമെന്ന സൂചനയാണ് ബാഗർ ഗാലിബാഫിന്റെ പ്രസ്താവന നൽകുന്നത്. വിജയത്തിനപ്പുറം അതിജീവനമാണ് തങ്ങളുടെ പ്രതിരോധത്തിന്റെ ലക്ഷ്യമെന്ന് ഇറാൻ ഭരണാധികാരികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇറാനിലെ സാധാരണക്കാർ പോലും സായുധ പോരാട്ടത്തിനിറങ്ങുമെന്ന് പറയുന്നത് വെറും വാക്കായി തള്ളിക്കളയാനാകില്ല. ദേശീയ സുരക്ഷയ്ക്കായി ആയുധമേന്തി നിൽക്കുന്ന കുടുംബങ്ങൾ എന്ന സൂചന വ്യക്തമാക്കാൻ മറ്റൊരു കാര്യം കൂടി പറയാം. അതിരൂക്ഷമായ ജനകീയ കലാപം ഭരണകൂടത്തിനെതിരെ നടന്ന നാടുകൂടിയാണ് ഇറാൻ. അതും ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്ത യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ. എന്നാൽ യുദ്ധം ആരംഭിച്ച ശേഷം ഒരാൾ പോലും ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയിട്ടില്ല. മറിച്ച് ഖമനിയെ വധിച്ചതിനെതിരെ അമേരിക്കയോട് പ്രതികാരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തവരാണ് ഇറാൻ ജനത. അതുകൊണ്ട് തന്നെയാണ് ആയുധമേന്തിയ കുടുംബങ്ങൾ എന്നത് യാഥാർത്ഥ്യമാകും എന്നതിനുള്ള സൂചന. ഹോർമുസ് തടസ്സപ്പെടുത്തിയാൽ ഇറാനെ ശിലായുഗത്തിലേക്ക് അയക്കുമെന്ന മുന്നറിയിപ്പ് ഇന്നലെ വീണ്ടും ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. ഇറാന്റെ വൈദ്യുത നിലയങ്ങളെയും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും ബോംബിട്ട് നശിപ്പിച്ച് ഇറാനെ പുരാതന ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇതിന് പിന്നാലെയാണ് ഇറാനും 70 ലക്ഷം ആളുകൾ കരയുദ്ധത്തിന് സജ്ജമാണ് എന്ന സൂചന നൽകിയത്.
അതേസമയം തന്നെ ഇറാനിൽ സൈനിക നീക്കം വിപുലമാക്കി അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ USS ജോർജ് H.W. ബുഷ് CVN-77 മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. വെർജീനിയയിലെ നോർഫോക്കിൽ നിന്നാണ് മാർച്ച് 31-ന് യുദ്ധക്കപ്പലും അനുബന്ധ കപ്പലുകളും യാത്ര തിരിച്ചത്. 10 ദിവസത്തിനകം ഇവ പേർഷ്യൻ ഗൾഫിലോ അറബിക്കടലിലോ എത്തിച്ചേരുമെന്നും സൂചനയുണ്ട്. നിലവിൽ USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് R. ഫോർഡ് എന്നിവ പശ്ചിമേഷ്യൻ മേഖലയിൽ ഇറാൻ യുദ്ധത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഇവയ്ക്കൊപ്പം ജോർജ് W. ബുഷ് കൂടി ചേരുന്നത് സേനയ്ക്ക് കരുത്തു വർദ്ധിപ്പിക്കും. 5000-ലധികം സൈനികരെ ഉൾക്കൊള്ളുന്ന ജോർജ് H.W. ബുഷ് യുദ്ധക്കപ്പലിന് ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വഹിക്കാൻ ശേഷിയുണ്ട്. ദൂരപ്രദേശങ്ങളിലേക്ക് വേഗത്തിൽ വ്യോമാക്രമണങ്ങൾ നടത്താനുള്ള ശേഷിയും ഈ കപ്പലിന്റെ പ്രത്യേകതയാണ്. തന്ത്രപ്രധാനമായ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് എന്നും 2-3 ആഴ്ചക്കകം യുദ്ധം അവസാനിപ്പിച്ചേക്കുമെന്നുമുള്ള സൂചനയ്ക്ക് പിന്നാലെ യുദ്ധവിമാനവാഹിനി കപ്പലും അനുബന്ധ കപ്പലുകളും കൂടാതെ 82ാം എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് സൈനികരെയും പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് വിന്യസിക്കുന്നത് ട്രംപിന്റെ വലിയ ലക്ഷ്യങ്ങളാണ്. മാരകമായ ആക്രമണങ്ങൾ നടക്കുമെന്ന കഴിഞ്ഞ ദിവസത്തെ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയെ ഇതുമായി കൂട്ടി വായിച്ചാൽ ചില ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലാകും. ഇറാനെതിരെ ശക്തമായ സൈനിക സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമായിട്ടാണ് അമേരിക്കയുടെ ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഈ നീക്കങ്ങളൊക്കെ നടത്തുമ്പോഴും 2-3 ആഴ്ചക്കകം എല്ലാം അവസാനിക്കുമെന്ന് പറയുമ്പോഴും യുദ്ധം എന്ന് അവസാനിക്കുമെന്ന കാര്യത്തിൽ ട്രംപ് ഒരു സൂചനയും നൽകിയിട്ടില്ല. ഇറാന്റെ സൈനിക ആണവശേഷി തകർത്തുവെന്നും 2-3 ആഴ്ച കൂടി ഇങ്ങനെ തുടരും എന്നുമാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് ഏതാനും ആഴ്ചകൾ കൂടിയെടുത്ത് അമേരിക്ക ഇറാനിൽ നിന്ന് പിൻവാങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. അതിനിടെ ഇറാനെ ബോംബിട്ട് ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ഇസ്രായേലും US-ഉം ആക്രമണം കടുപ്പിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെ നൂറ്റാണ്ട് പഴക്കമുള്ള മെഡിക്കൽ ഗവേഷണ കേന്ദ്രം, പാലം, സ്റ്റീൽ പ്ലാന്റുകൾ എന്നിവയാണ് ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത്. ടെഹ്റാനെ കരാജ് നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഇറാനിലെ ഏറ്റവും വലിയ പാലമായ B1 ബ്രിഡ്ജാണ് US സൈന്യം തകർത്തത്. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 95ഓളം പേർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിലെ ഏറ്റവും വലിയ പാലം ഇടിഞ്ഞു വീഴുന്നു. അത് ഇനി ഒരിക്കലും ഉപയോഗിക്കാനാകില്ല എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഒരു ഒത്തുതീർപ്പിൽ എത്തിയില്ല എങ്കിൽ ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിൽ അവശേഷിക്കുന്നവയെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നും പാലങ്ങൾ കഴിഞ്ഞാൽ അടുത്തത് വൈദ്യുതി നിലയങ്ങൾ ആയിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെ ടെൽ അവീവിൽ ആക്രമണം നടത്തിയെന്നും ഇസ്രായേൽ സൈന്യത്തിന് നാശമുണ്ടാക്കിയെന്നും ഇറാൻ അവകാശപ്പെട്ടു. ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പകലും ഇസ്രായേലിന്റെ മധ്യവടക്കൻ മേഖലകളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 20 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് ഇറാൻ ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർത്തതായും അവരുടെ പ്രമുഖ കമാൻഡർമാരെ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേലിലെ പല നഗരങ്ങളിലും അപായ സൈറണുകൾ മുഴങ്ങുന്നത് പരിഭ്രാന്തി പരത്തുന്നുണ്ട്. വടക്കൻ ഇസ്രായേലിലെ വിവിധ മേഖലകളിൽ റോക്കറ്റ്, മിസൈൽ ആക്രമണ സാധ്യതയുള്ളതായി ഹോം ഫ്രണ്ട് കമാൻഡ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പർ ഗലീലി മേഖലയിലെ മൽക്കിയ, കിര്യത്ത് ഷിമോണ, ടെൽഹായ്, മെദുല എന്നിവിടങ്ങളിലാണ് മിസൈൽ ഭീഷണിയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ വെസ്റ്റേൺ ഗലീലി മേഖലയിലും അതിർത്തി പ്രദേശങ്ങളിലും സൈറണുകൾ മുഴങ്ങി. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശത്രുക്കൾ അപമാനിതരായി കീഴടങ്ങും വരെ യുദ്ധം തുടരുമെന്നാണ് ഇറാൻ ആവർത്തിക്കുന്നത്. കരയുദ്ധം ആരംഭിക്കുമെന്ന സൂചനകളും ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കരയാക്രമണം നടന്നാൽ അമേരിക്കയ്ക്ക് ഇവിടെ എത്രത്തോളം പിടിച്ചു നിൽക്കാനാകുമെന്ന് പറയാനാകില്ല. ഇറാന്റെ ഭൗമ പ്രത്യേകതകളാണ് അതിന് കാരണമായി പറയുന്നത്. ഇറാന്റെ വിശാലമായ മരുഭൂപ്രദേശം മറികടക്കുക അത്ര എളുപ്പമാകില്ല US സേനയ്ക്ക്. കൂടാതെ മലമടക്കുകളാൽ ചുറ്റപ്പെട്ട ഭൂപ്രകൃതി സൈനികർക്ക് ഒളിക്കാനും ആയുധങ്ങൾ ഒളിപ്പിക്കാനും തക്കതാണ്. അതുതന്നെയാണ് കരയുദ്ധത്തിന് ഒരുങ്ങാനുള്ള ഇറാന്റെ ധൈര്യവും.